പറഞ്ഞാൽ മതിയോ അത് ആദ്യം പറയണമായിരുന്നു? അല്ല, ആദ്യം സ്മിത പറഞ്ഞ പോലെ ഐ എം സ്മിത. കറന്റ്ലി ഐ എം ഇൻ കറന്റ്ലി ഇപ്പൊ ഞാൻ UAE-യിലാണ്. ഐ എം വർക്കിംഗ് ആസ് എ പ്ലേ സ്കൂൾ അസിസ്റ്റന്റ്. ഇന്ന് നമുക്ക് റിയൽ ലൈഫിൽ ഒരു സംഭാഷണം അങ്ങ് പഠിക്കാം. ഓക്കെ, സദ്ഗുരുവേ ശരണം. So welcome to English Guru's brand new episode. I am Ashalada Srijit. അപ്പോൾ ആദ്യം ഞാനൊരു റിഹേഴ്സൽ, ഞങ്ങൾ ആദ്യം ആ ഒരു കാര്യം, ഇന്നത്തെ ആക്ടിവിറ്റി ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ സ്മിത നോട്ട് ചെയ്തിട്ട് സ്മിത അത് പ്രാക്ടീസ് ചെയ്തു. ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ റെഡിയായി ആള് യൂട്യൂബിൽ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾക്കത് വളരെ ഉപയോഗപ്പെടും കേട്ടോ. അപ്പം അതിൽ ഞങ്ങൾ സംസാരിക്കുന്നത് നന്നായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് അവിടെ ആ ഒരു മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ശരിയാക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം. അപ്പം കണ്ടോളൂ. അപ്പോൾ ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ഒക്കെ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ വിളിക്കുക. ഹായ് സ്മിത, ഗുഡ് ഈവനിങ്. ഹായ് മാം, ഗുഡ് ഈവനിങ്. സ്മിത, എന്റെ വ്യൂവേഴ്സിനെ ഒന്ന് സ്മിത ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സ്മിത ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. യെസ് മാം, പ്ലീസ്. ഐ എം സ്മിത. Currently I am in UAE. I am working as a play school assistant. Okay. Assistant. Actually, I am from Kerala, Idukki district of Kerala. Okay. I have been working in Dubai for 2.5 years. Okay. I visit Kerala once in a year. Oh. I have been doing a spoken English class with Ashalada ma'am since August. Okay. Thank you, Smita. Well done. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ തന്നെ സ്മിത വില്ലിംഗ് ആയി, റെഡിയായി. നമുക്കിപ്പോ യൂട്യൂബില് കാണിക്കുമ്പോ പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ചിലപ്പോ മടിയൊന്നും ഇല്ലാതെ അപ്പൊ തന്നെ യെസ് പറഞ്ഞു കേട്ടോ. സോ താങ്ക് യു സ്മിത ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ സ്മിതയുടെ അടുത്ത് ചോദിച്ചു ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം സ്മിത പറഞ്ഞു, ഇന്ന് രാവിലെ ഇങ്ങനെ ഐ വോക്ക് അപ്പ് അറ്റ് 5:30 AM, then I went to gym എന്ന് പറഞ്ഞു. അപ്പൊ ജിമ്മിൽ പോയ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താണ്, ഞാനത് ചോദിക്കാം. അപ്പൊ എന്തിനാണ് ഇപ്പൊ ജിമ്മിൽ പോയത് സ്മിത എന്താ ഇങ്ങനെ പോകാൻ കാര്യം? ഇപ്പൊ എല്ലാവരും അങ്ങനെ ജിമ്മിൽ പോകണം എന്ന് ഉള്ള ഒരു ഇത് വന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു റോൾ പ്ലേ പോലെ ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു, പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നമുക്കിത് എൻ്റെ വ്യൂവേഴ്സിനെ ഒന്ന് കാണിച്ച് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുവാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളത് ജസ്റ്റ് ഇതാക്കുക. ബട്ട് ആ കോൺഫിഡൻസിന് നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കണം. ഓക്കെ സ്മിത, അപ്പൊ ഞാൻ ചോദിക്കാം. Smita, did you go to the gym today? Yes, ma'am. I went to the gym today. Okay. How long have you been going to the gym? I have been last 3. I have been going. അങ്ങനെ പറഞ്ഞു. I have been going. I have been going to gym for the last 3 months. For the last 3 months. Very good. Now I want to know what made you think of going to the gym. What made you think of going to the gym? Please tell me. Here I don't have any physical works to do. Okay. Since we have facilities like washing machine, grinder, vacuum cleaner, etc. Okay. Moreover, like in Kerala, we don't have. Excuse me, Smita. ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. Moreover, unlike in Kerala, we don't have to sweep the yard. Yes. As age increases, there is every possibility of having lifestyle diseases like sugar, BP, cholesterol, etc. Yeah. So I thought of going to gym and keep my body healthy. Okay, fine. I have been going to gym for last 3 months. 3 months. Yes. Last 3 months. Yes, good. I have a personal trainer. Oh, really? He explains correct. Steps and guides us properly. Yeah, guides us properly. Correct. Every day I spend 1.5 hours there. Hours, okay, there. Okay, good. Even though
Even though I feel very tired, and after little time later, after happy and energetic. Okay, after a little later, അല്ലേ കുറച്ച് കഴിയുമ്പോൾ I feel energetic. You feel energetic and happy because when you do exercises, happy hormones are released, dopamine, and it's very good for your skin also. Your skin starts glowing. You start looking young. I also want to achieve my ideal weight. That's a great goal. So that I can comfortable. I can carry so that I can. So that I can carry myself comfortably. Very good. Thank you, Smita. Well done. ഇപ്പൊ എനിക്ക് ഇതില് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സ്മിത വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ്. നമ്മൾ പെട്ടെന്ന് അത് പ്രാക്ടീസ് ചെയ്യാനും ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. അത് എനിക്ക് നല്ലതായിട്ട് ഇറ്റ്സ് വെരി ഈസി ടു ആക്ച്വലി ടീച്ച് സ്മിത. എനിക്ക് ഭയങ്കര ഒരു ബ്ലോക്ക് കുറവാണ്. കാരണം നമ്മൾ പറയുന്നത് അതേപോലെ സ്മിത പെട്ടെന്ന് പഠിക്കുന്നു, പറയുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ ഒരു അല്ലെ നമ്മൾ പെട്ടെന്നാണ് പറഞ്ഞത് അല്ലേ. ഇത് ജസ്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് എല്ലാം പറഞ്ഞു കൊടുത്തു, എന്താണ് പറയേണ്ടത് അതെല്ലാം നമ്മളൊന്ന് പറഞ്ഞു. ഒരു 5-10 മിനിറ്റിനകത്ത് പ്രാക്ടീസ് ചെയ്തു, റെഡിയായി എടുത്തു. അപ്പൊ എന്നാ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ അത് കംപ്ലീറ്റ് അത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ താങ്ക് യു സോ മച്ച് സ്മിത. Thank you. അപ്പൊ ഇന്ന് I really enjoy your class. താങ്ക് യു സോ മച്ച്. അപ്പൊ സ്മിത ഇന്ന് എക്സ്ട്രാ ടൈം ഇരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ. Okay. അല്ല സ്മിത എക്സ്ട്രാ ടൈം ഇരുന്നല്ലോ. താങ്ക് യു ഫോർ 15 മിനിറ്റ് കൂടി കൂടുതലായി. അത് കുഴപ്പമില്ല. ദിസ് ഈസ് വെരി ബെനിഫിഷ്യൽ. എന്തോ ഉണ്ട്, ഞാനത് പറഞ്ഞിട്ട് അവരടുത്ത് പറയാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമുക്ക് 6:30 കാണാം. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഞാൻ അയച്ചു തരാം കേട്ടോ. ഇതിന്റെ നോട്ട്സ് എല്ലാം PDF അയച്ചു തരാം. എന്നിട്ട് സ്മിത അത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അയച്ചിരിക്കുന്ന നോട്ട്സ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ബിക്കോസ് പ്രാക്ടീസ് ഈസ് ദ കീ. ഇഫ് യു വോണ്ട് ടു അച്ചീവ് ഫ്ലുവൻസി യു ഹാവ് ടു പ്രാക്ടീസ്. അല്ലാതെ ഒരു കുറുക്കു വഴിയും ഇതിനില്ല. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. സദ്ഗുരുവേ ശരണം. ബൈ. ജിമ്മിൽ പോയോ? അപ്പൊ ഡിഡ് യു ഗോ ടു ദ ജിം എന്നാ ചോദിച്ചത്. ഇന്ന് പോയോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് അത് സിമ്പിൾ പാസ്റ്റിൽ ചോദിക്കാൻ പറ്റൂ. ഇന്ന് പോയോ. വന്നോന്ന് എങ്ങനെ ചോദിക്കും? ഡിഡ് ഹി കം? അവൻ വന്നോ? അവര് പോയോ? ഡിഡ് ദേ ഗോ? അപ്പൊ ഡിഡിന്റെ കൂടെ നമ്മൾ സബ്ജക്റ്റും ചേർത്തിട്ട് V1 ഫോം, ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ ഡിഡിന്റെ കൂടെ ചേർക്കുക. അപ്പൊ ഡിഡ് ഹി ഈറ്റ്? അവൻ കഴിച്ചോ? ഡിഡ് ഹി ടെൽ യു? അവൻ നിന്നോട് പറഞ്ഞോ? മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇനി എത്ര നാളായിട്ടാണ് ജിമ്മിൽ പോകുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ഗോയിങ് ടു ജിം? ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ് കോഴ്സ്? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? ഇവിടെ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു, എത്ര നാളായിട്ട് കോഴ്സ് ചെയ്യും. പിന്നെ സ്മിത പറഞ്ഞ ഉത്തരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിയർ ഐ ഡോണ്ട് ഹാവ് മച്ച് ഫിസിക്കൽ വർക്ക് ടു ഡു. അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ പൊതുവെ ശാരീരികമായിട്ട് അധ്വാനമുള്ള ജോലികളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞത്. പൊതുവെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. സിൻസ് വി ഹാവ് ഫെസിലിറ്റീസ്, കാരണം ഇങ്ങനെയൊക്കെയുള്ള സിൻസ് വി ഹാവ് ഫെസിലിറ്റീസ് ലൈക്ക് വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, വാക്യൂം ക്ലീനർ എറ്റ്സെട്ര. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത് കൊണ്ട് അധികം ജോലിയൊന്നും ഇല്ല. അപ്പൊ സിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഉള്ളത് കൊണ്ട് എന്ന് പറയാനാണ് സിൻസ് എന്ന് പറയുന്ന വേർഡ് അവിടെ നമ്മൾ ആഡ് ചെയ്തത്. അതുപോലെ അൺലൈക്ക് ഇൻ കേരള. അപ്പൊ അതിൽ ആദ്യം സ്മിത ലൈക്ക് ഇൻ കേരള എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്തല്ലോ, അൺലൈക്ക് ഇൻ കേരള എന്ന് വെച്ചാൽ ലൈക്ക് ഇൻ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലെ, അത് കേരളത്തിലെ പോലെ ഇവിടെയും അങ്ങനെ ആണെന്നാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞ. പക്ഷെ അൺലൈക്ക് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് കേരളത്തിൽ നിന്നും ഡിഫറെന്റ് ആണ് ഇവിടെ. കേരളത്തിലാണെങ്കിൽ മുറ്റം തൂക്കണം, ഇവിടെ തൂക്കണ്ട എന്ന് പറയണമെങ്കിൽ നമ്മൾ അൺലൈക്ക് ഇൻ കേരള വി ഡോണ്ട് ഹാവ് ടു സ്വീപ്പ് എന്ന് പറയണം. അപ്പൊ അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ പഠിച്ചാൽ മതി. എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, ഐ ഹാവ് എ പേഴ്സണൽ ട്രെയിനർ. അവിടെ ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ്. അത് കഴിഞ്ഞിട്ട് ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ്. അവിടെ ഹി വന്നതുകൊണ്ടാണ് എക്സ്പ്ലെയിൻസ്, അല്ലെങ്കിൽ ഡേ ആയിരുന്നെങ്കിൽ എക്സ്പ്ലെയിൻ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള ചില റൂൾസ് ആണ്. അപ്പൊ ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ്, എവറി സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പും നല്ല വിശദമായിട്ട് പ്രോപ്പർലി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ആൻഡ് ഗൈഡ്സസ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ജനറൽ ആയിട്ട് നടക്കുന്ന കാര്യം. പിന്നെ എല്ലാ ദിവസവും ഞാൻ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അപ്പം എവറി ഡേ ഐ സ്പെൻഡ്, ഐ ആയതുകൊണ്ട് സ്പെൻഡ് ആണ്. ഹി ആയിരുന്നെങ്കിൽ സ്പെൻസ് ആയേനെ.
ഇനി ഈവൻ ദോ ഐ ഫീൽ എ ലിറ്റിൽ ടയേർഡ് ആഫ്റ്റർവേർഡ്സ്. ഈവൻ ദോ വെച്ചാൽ ഇതിന് ശേഷം എനിക്ക് കുറച്ച് ക്ഷീണം അനുഭവപ്പെട്ടാലും, ആ പെട്ടാലും എന്ന് പറയാനാണ് ഈവൻ ദോ. അതുപോലെ ആസ് ഏജ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും. ആസ് ഏജ് ഇൻക്രീസസ്, പ്രായം കൂടുന്തോറും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ടെൻസുകൾ ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മൾ ഒരു കാര്യം സംസാരിക്കുക അല്ലെ. അപ്പം നമ്മൾ ഓരോ ടെൻസുകളും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കാനും നമ്മൾ. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സും ഇതിൽ എഴുതിയിടുക. അപ്പൊ നിങ്ങൾ എത്ര പേര് ജിമ്മിൽ പോകുന്നുണ്ട്, എത്ര പേര് എക്സസൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാത്തവർ എത്ര പേരുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഗോ ടു ജിം? നിങ്ങൾ ജിമ്മിൽ പോകാറുണ്ടോ? അപ്പൊ അതിന്റെ ഉത്തരം. ഡു യു എക്സസൈസ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ടോ? ഇനി ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ഗോയിങ് ടു ജിം? എത്ര നാളായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകുന്നു? ഈ 3 ക്വസ്റ്റ്യൻസിനുമുള്ള ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ ഇടുക. ഓക്കെ, so see you in the next video. Until then, you take care. Sadguruvesha.